മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡാണ്. ദെൻ അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡ് എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ സെർട്ടിനിറ്റി ഈക്വലൻ്റ് മെത്തേഡ് ഏതൊക്കെയാണ്, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെറിറ്റ് പറയുന്നത് ദിസ് മെത്തേഡ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. അല്ലേ, നമുക്കിത് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാനും വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് കോമ്പൻസേറ്റ് ദ റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഈ മെത്തേഡ് റിസ്ക് ഫാക്ടർ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് റിസ്ക് ഇലമെൻറ്റ് ഈസ് മോർ, അത് കൂടുതലാണെങ്കിൽ ഹയർ ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് വൈസ് വേഴ്സ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടതാണ്. നമ്മളിപ്പോൾ ആവറേജ് റിസ്ക് കാറ്റഗറീസിനെ നമ്മൾ നോർമൽ കട്ട് ഓഫ് റേറ്റും, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദെൻ ലോ റിസ്ക് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കുറഞ്ഞ റേറ്റ്, ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ആണെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ കട്ട് ഓഫ് റേറ്റിനോട് കൂടെ ഒരു റിസ്ക് പ്രീമിയം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ റിസ്ക് ഫാക്ടർ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇത്. അപ്പോൾ ഹൈ റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊരു എക്സ്ട്രാ റിസ്ക് പ്രീമിയവും ലഭിക്കുന്നതാണ്. ദെൻ തേർഡ് മെറിറ്റ് പറയുന്നത് ദിസ് മെത്തേഡ് ക്യാൻ ബി പ്രാക്ടീസ്ഡ് ബോത്ത് ഇൻ NPV ആൻഡ് IRR മെത്തേഡ്. ഈ ഒരു മെത്തേഡ് നമുക്ക് IRR മെത്തേഡിലും അതുപോലെ തന്നെ NPV മെത്തേഡിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിലെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് പ്രോഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഈ അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറൊക്കെ, പ്രസൻറ്റ് വാല്യൂ ഒക്കെ, ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഒക്കെ കണ്ടിട്ട് ഒന്നുകിൽ NPV മെത്തേഡോ അല്ലെങ്കിൽ IRR മെത്തേഡോ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബേസിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യണോ അത് റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ദിസ് മെത്തേഡ് ക്യാൻ ബി പ്രാക്ടീസ്ഡ് ബോത്ത് ഇൻ NPV ആൻഡ് IRR. ഈ രണ്ട് മെത്തേഡിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡ് നോക്കാം. അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് ദർ ഈസ് നോ സയൻറ്റിഫിക് വേ ഓഫ് ഡിറ്റർമിനിങ് ദ റിസ്ക് പ്രീമിയം. ഈ റിസ്ക് പ്രീമിയം അല്ലേ, നമ്മളിപ്പോൾ ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ പ്രീമിയം ഉണ്ട് എന്ന് പറഞ്ഞു. റിസ്ക് എടുക്കുന്നതിനുള്ള എക്സ്ട്രാ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്, റേറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്കൗണ്ട് പ്രീമിയം ഡിറ്റർമിൻ ചെയ്യുന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള രീതികളൊന്നും തന്നെ ഇല്ല. അതൊരു ഡീമെറിറ്റ്സ് ആണ്. പിന്നെ ഒരെണ്ണം വരുന്നത് കട്ട് ഓഫ് റേറ്റ് ആർ ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പ്രോജക്റ്റ്. അതായത് ഡിഫറെൻറ്റ് പ്രോജക്റ്റുകൾക്ക് ഡിഫറെൻറ്റ് കട്ട് ഓഫ് റേറ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്ലസ് പ്രീമിയം ഫോർ റിസ്ക് അല്ലേ ഈസ് ദ കട്ട് ഓഫ് റേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ്, ഹൈ റിസ്ക് ഒക്കെ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കൂടെ പ്ലസ് റിസ്ക് പ്രീമിയം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് കട്ട് ഓഫ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ റിസ്ക് പ്രീമിയം മേ ബി ആർബിട്രറിലി അറൈവ്ഡ്. അപ്പോൾ അത് അതിൻ്റെ റിസ്കിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. ദെൻ ഇതിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ഈസ് സബ്ജക്റ്റീവ്. ഇത് സബ്ജക്റ്റീവാണ് ഈ മെത്തേഡ് എന്നാണ് പറയുന്നത്. നമ്മളിവിടെ ബിസിനസ് പ്രപ്പോസൽസ് ഒക്കെ 3 ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ. ലോ റിസ്ക്, ദെൻ ആവറേജ് റിസ്ക്, ഹൈ റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ബിസിനസ് പ്രപ്പോസൽസ്. അപ്പോൾ അങ്ങനെ ഡിവിഷൻ നടക്കുന്ന സമയത്ത് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് വരാം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡീമെറിറ്റ്സ് കൂടെ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഏതിൽ വരുന്നത്, റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിതിലെ പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് തിയറി മാത്രമേ വരുന്നുള്ളൂ. ദെൻ ഇതിലെ നമുക്ക് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡാണ്. സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡ്
അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് ഡൺ ഇൻ ദ ഡിസ്കൗണ്ട് റേറ്റ്. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എവിടെയല്ല, ഡിസ്കൗണ്ട് റേറ്റിലല്ല നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, അല്ലെങ്കിൽ കട്ട് ഓഫ് റേറ്റ് അല്ല നമ്മളവിടെ യൂസ് ചെയ്യുന്നത്, ബട്ട് ഇൻ ദ ആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലോ ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമുക്ക് അതിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന ഇൻഫ്ലോസ് ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ സെർട്ടിനിറ്റി ഈക്വലൻ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത അതാണ്. ഇൻ ദിസ് മെത്തേഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് ഡൺ ഇൻ ദ ഡിസ്കൗണ്ട് റേറ്റ് യൂസ്ഡ് ആസ് എ കട്ട് ഓഫ് റേറ്റ്. അപ്പോൾ കട്ട് ഓഫ് റേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ഡിസ്കൗണ്ട് റേറ്റിലല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ബട്ട് ഇൻ ദ ആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലോ ഇറ്റ് സെൽഫ്. അപ്പോൾ അതിൻ്റെ ആൻറ്റിസിപ്പേറ്റഡ് ഇൻഫ്ലോസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് റിസ്ക് അറിയാം നമുക്ക് അല്ലേ, ഫ്യൂച്ചർ ഇൻഫ്ലോസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും റിസ്ക് ഉണ്ടായിരിക്കും, കാരണം ഫ്യൂച്ചർ അൺസേർട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന റിട്ടേണും ആക്ച്വൽ റിട്ടേൺസും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ ഫ്യൂച്ചർ ഇൻഫ്ലോസ് ആർ സബ്ജക്റ്റ് ടു റിസ്ക് ആൻഡ് ഹാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഫോർ ഇൻഫ്ലോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെയാണ് കൊടുക്കേണ്ടത്, ഇൻഫ്ലോസിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നൽകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആൻറ്റിസിപ്പേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആർ റെഡ്യൂസ്ഡ് ടു എ കൺസർവേറ്റീവ് ലെവൽ ബൈ അപ്ലൈയിങ് എ കറക്ഷൻ ഫാക്ടർ. അപ്പോൾ ഇവിടെ നമ്മളൊരു കറക്ഷൻ ഫാക്ടർ, ആ കറക്ഷൻ ഫാക്ടറിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോ എഫിഷ്യൻ്റ് എന്നറിയപ്പെടുന്ന കറക്ഷൻ ഫാക്ടർ അത് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസിനെ ഒരു കൺസർവേറ്റീവ് ലെവലിലേക്ക്, ഒരു സേഫ് സോണിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റിസ്ക്ലെസ് ക്യാഷ് ഇൻഫ്ലോ ടു റിസ്കി ക്യാഷ് ഇൻഫ്ലോസ് ആണ്. ഇപ്പോൾ റിസ്ക്ലെസ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സെർട്ടൻ ക്യാഷ് ഇൻഫ്ലോസ്. നമുക്ക് സുനിശ്ചിതമായിട്ടും അതിൽ നിന്ന് നിശ്ചിതമായിട്ടും നമുക്കതിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന ക്യാഷ് ഇൻഫ്ലോ, അതിനെയാണ് നമ്മൾ റിസ്ക്ലെസ് ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ സെർട്ടൻ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെർട്ടൻ ക്യാഷ് ഇൻഫ്ലോസും അതുപോലെ തന്നെ റിസ്കി ക്യാഷ് ഇൻഫ്ലോസും തമ്മിലുള്ള ആ ഒരു റേഷ്യോ, അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഫിഷ്യൻ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് ആൻറ്റിസിപ്പേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മളൊരു കൺസർവേറ്റീവ് ലെവലിലേക്ക് റിഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സേഫ് ലെവലിലേക്ക് നമ്മളതിനെ റിഡ്യൂസ് ചെയ്യുന്നു. അതാണ് സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഫിഷ്യൻ്റ് മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നോക്കാം. സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഫിഷ്യൻ്റ് ഈസ് ഈക്വൽ ടു equivalent coefficient is equal to certainty coefficient equivalence equal to riskless cash flow അതായത് നമ്മുടെ certain cash flow, riskless cash flow divided by risky cash flow. അപ്പോൾ റിസ്ക്ലെസ് ക്യാഷ് ഫ്ലോസും റിസ്കി ക്യാഷ് ഫ്ലോസ്, ഇത് രണ്ടിൻ്റെ ഒരു റേഷ്യോ, അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, സെർട്ടിനിറ്റി ഈക്വലൻ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അതിലെ റിസ്ക്ലെസ് ക്യാഷ് ഫ്ലോ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. നമ്മൾ എല്ലാ നെഗറ്റീവ് സിറ്റുവേഷൻസും ഒക്കെ ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷം, ഒക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന, അവരെ പ്രതീക്ഷിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസിനെയാണ് നമ്മൾ റിസ്ക്ലെസ് എന്ന് പറയുന്നത്. അതായത് ഒരു റിസ്ക്കും ഇല്ലാത്ത സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ റിസ്ക്ലെസ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. റിസ്കി എന്ന് പറയുമ്പോൾ അവിടെ ഇൻഫ്ലോസ് റിസ്ക് ഇതായിരിക്കും. അപ്പം നോർമലി എങ്ങനെയായിരിക്കും, റിസ്ക്ലെസ് ക്യാഷ് ഇൻഫ്ലോസ് എപ്പോഴും റിസ്കി സിറ്റുവേഷനേക്കാളും കുറവായിരിക്കും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്.
അപ്പം അത്രയാണ് ഏതിലെ വരുന്നത്, സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഫിഷ്യൻ്റ്. നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഒരു മാർക്ക് നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാം സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഫിഷ്യൻ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ റിസ്ക്ലെസ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഇൻഫ്ലോ, അതിനെയാണ് റിസ്ക്ലെസ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഇൻഫ്ലോ, അതിനെയാണ് നമ്മൾ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഫിഷ്യൻ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വർഷത്തെയും എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടായിരിക്കും. ആ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് വെക്കാം നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റേജ് എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിൻ്റെ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ റിസ്ക്ലെസ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഇൻഫ്ലോ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആണ്. നമ്മുടെ റിസ്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഓരോ വർഷത്തെയും എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ. ആ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസിനെ കോഎഫിഷ്യൻ്റ് ഫാക്ടേഴ്സ് കൊണ്ട്, നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ച സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് ഫാക്ടർ ഉണ്ടല്ലോ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. അപ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ ഇത്രയേ ഉള്ളൂ, എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒന്നുകിൽ NPV മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒന്നുകിൽ അത് NPV മെത്തേഡ് ചെയ്യുക, അല്ലെങ്കിൽ IRR മെത്തേഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ NPV മെത്തേഡ് ആണെങ്കിലും IRR മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിസിഷൻ റൂള് നമ്മൾ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡ് പോലെ തന്നെ സെർട്ടിനിറ്റി ഈക്വലൻ്റ് മെത്തേഡിലും നമുക്ക് രണ്ടും അപ്ലൈ ചെയ്യാം, NPV ആൻഡ് IRR അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നോർമൽ കേസിലെ നമ്മൾ NPV കാണാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ് കണ്ടുപിടിച്ച് ആ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കണ്ടുപിടിക്കും. ആ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ കണ്ടിട്ട് പിന്നെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. പ്രസൻറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ NPV മെത്തേഡൊക്കെ അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കാണും. പിന്നെ NPV കാണാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ ആണ്, അല്ലാതെ ഏതല്ല, എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ അല്ല. പിന്നെ അങ്ങോട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആ ന്യൂ ഇൻഫ്ലോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്താൽ, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ആ ഇൻഫ്ലോ വെച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ഇപ്പോൾ NPV മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു, ദെൻ അതിൽ നിന്ന് ഇനീഷ്യൽ ഔട്ട്ലേ മൈനസ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് NPV കിട്ടും. ദെൻ അതിൻ്റെ ബേസിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. IRR ആണെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ കാണാനായിട്ട് എടുക്കുന്ന ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ അല്ല. ഈ ഒരു സെർട്ടിനിറ്റി ഈക്വലൻ്റ് മെത്തേഡ് ആണെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഈ രണ്ട് മെത്തേഡിലും നമ്മൾ അപ്രോപ്രിയേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡാണെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സെർട്ടിനിറ്റി ഈക്വലൻ്റ് മെത്തേഡ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ക്യാഷ് ഇൻഫ്ലോ ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ ക്യാഷ് ഇൻഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് കമ്പ്യൂട്ട് ചെയ്യുന്നു, സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്യുന്നത് റിസ്ക്ലെസ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഇൻഫ്ലോ ആണ്. അപ്പോൾ നമുക്ക് ആ ഫാക്ടർ കിട്ടും. ദെൻ ആ കോഎഫിഷ്യൻറ്റ് ഫാക്ടർ ഇൻറ്റു ക്യാഷ് ഇൻഫ്ലോ, നമ്മുടെ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ, അപ്പോൾ നമുക്ക് റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ. പിന്നെ സാധാരണ പോലെ അത് വെച്ചിട്ട് NPVയോ IRRോ കണ്ടുപിടിക്കുക. ദെൻ അതിൻ്റെ ബേസിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സെർട്ടിനിറ്റി ഈക്വലൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് സെർട്ടിനിറ്റി ഈക്വലൻ്റ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് പറയുന്നത്
ദിസ് മെത്തേഡ് ഈസ് കമ്പാരറ്റീവ്ലി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു അപ്ലൈ. ഈ മെത്തേഡ് കമ്പാരറ്റീവ്ലി നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാനും വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും കഴിയും. ദെൻ സെക്കൻഡ് മെറിറ്റ് പറയുന്നത് ദിസ് മെത്തേഡ് റിഡ്യൂസസ് ദ അൺസേർട്ടൺ ക്യാഷ് ഇൻഫ്ലോ ഇൻ ടു സേർട്ടൺ ക്യാഷ് ഇൻഫ്ലോ. അല്ലേ, ഈ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അൺസേർട്ടൺ ക്യാഷ് ഇൻഫ്ലോസിനെ സേർട്ടൺ ക്യാഷ് ഇൻഫ്ലോസ് ആയിട്ട് റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, അതെങ്ങനെയാണ് നമ്മൾ റിഡ്യൂസ് ചെയ്യുന്നത്, നമ്മളതിൻ്റെ കോഫിഷ്യൻ്റ് ഫാക്ടർ അല്ലേ, സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഫിഷ്യൻ്റ് കാണുന്നു. ദെൻ ആ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഫിഷ്യൻ്റ് കൊണ്ട് നമ്മുടെ അൺസേർട്ടൺ ക്യാഷ് ഇൻഫ്ലോസിനെ, നമ്മുടെ ആൻറ്റിസിപ്പേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ്, നമ്മുടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോസ്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സേർട്ടൺ ക്യാഷ് ഇൻഫ്ലോസ് അഥവാ റിസ്ക് അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ അൺസേർട്ടൺ ക്യാഷ് ഇൻഫ്ലോസിനെ എന്തായിട്ട് റിഡ്യൂസ് ചെയ്യുന്നു, അഡ്ജസ്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആയിട്ട് അത് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്, ദെർബൈ ഇൻകോർപ്പറേറ്റിംഗ് ദ റിസ്ക്. അങ്ങനെ നമ്മളവിടെ റിസ്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റിസ്ക് നമ്മളവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിസ്ക് ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ദെൻ തേർഡ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് സാറ്റിസ്ഫൈ ദോസ് ഹു ആർഗ്യൂ ദാറ്റ് ഇൻഫ്ലോസ് ആർ ടു ബി അഡ്ജസ്റ്റഡ് മോർ ദാൻ ദ ഡിസ്കൗണ്ട് റേറ്റ്. ഇപ്പോൾ ചില ആളുകൾ ഉണ്ടായിരിക്കും, നമ്മളിപ്പോൾ ഏതൊരു കാര്യം എടുത്താലും രണ്ട് അഭിപ്രായം ഉണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഒരു കൂട്ടർ പറയും ഡിസ്കൗണ്ട് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ, വേറൊരു കൂട്ടർ പറയും എന്താ ഈ ക്യാഷ് ഇൻഫ്ലോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ അതിലെ ഡിസ്കൗണ്ട് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിനേക്കാളും ബെറ്റർ അല്ലെങ്കിൽ അതിനേക്കാളും നല്ലത് ക്യാഷ് ഇൻഫ്ലോസ് അഡ്ജസ്റ്റ് ചെയ്യാണ്. അത് അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് നടത്തുന്ന ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത്, ഈ സെർട്ടിനിറ്റി ഈക്വലൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് സുപ്പീരിയർ ടു റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡ്. റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് മെത്തേഡിനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സെർട്ടിനിറ്റി ഈക്വലൻ്റ് മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡിസഡ്വാൻറ്റേജസിലെ ഫസ്റ്റ് വൺ പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് റിസ്ക്ലെസ് ഇൻഫ്ലോ ആൻഡ് റിസ്കി ഇൻഫ്ലോ ഈസ് എ കോംപ്ലിക്കേറ്റഡ് അഫയേഴ്സ്. അപ്പോൾ ഇതിലെ റിസ്ക്ലെസ് ക്യാഷ് ഇൻഫ്ലോസും റിസ്കി ക്യാഷ് ഇൻഫ്ലോസും അത് എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൾട്ട് പ്രോസസ്സാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അഫെയർ ആണ്. പിന്നെ സെക്കൻഡ് വൺ പറയുന്നത് മാത്തമെറ്റിക്കൽ എക്സസൈസ് ഈസ് റിക്വയേർഡ് ടു കാൽക്കുലേറ്റ് ദ സെർട്ടിനിറ്റി ഈക്വലൻ്റ് ഫാക്ടേഴ്സ്. അല്ലേ, സെർട്ടിനിറ്റി ഈക്വലൻ്റ് ഫാക്ടർ അല്ലെങ്കിൽ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോ എഫിഷ്യൻ്റ് അത് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് നമുക്ക് മാത്തമെറ്റിക്കൽ എക്സസൈസ് ആവശ്യമാണ്. മാത്തമെറ്റിക്കലായിട്ടാണ് നമ്മളത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് അറൈവ് അറ്റ് ദ ഷുവർ ഇൻഫ്ലോ. അല്ലേ, ഷുവർ ഇൻഫ്ലോ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മാത്തമെറ്റിക്കൽ എക്സസൈസ്, അപ്പോൾ എല്ലാവർക്കും മാത്സ് വലിയ എളുപ്പമായിരിക്കില്ല. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് മെനി ആർഗ്യൂ ദാറ്റ് ദിസ് മെത്തേഡ് ഈസ് സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. ഒരുപാട് ആളുകൾ എന്ത് പറയുന്നുണ്ട്, ആർഗ്യൂ ചെയ്യുന്നുണ്ട് ഈ ഒരു മെത്തേഡ് സബ്ജക്റ്റീവാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ലിമിറ്റേഷൻ നമുക്ക് പറയാവുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഇംപ്ലിമെൻറ്റ് ദിസ് ടെക്നിക് ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കുറേ ഡിഫിക്കൾട്ടാണ്. അപ്പോൾ ഇൻ റിയാലിറ്റി ഇത് ഡിഫിക്കൾട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏതിൽ വരുന്നത്, സെർട്ടിനിറ്റി ഈക്വലൻ്റ് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓർ സയൻറ്റിഫിക് ടെക്നിക്സ് ആണ്. നോക്കാം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഓർ സയൻറ്റിഫിക് ടെക്നിക്സിൽ ഏതൊക്കെയാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും സെൻസിറ്റിവിറ്റി അനാലിസിസുമാണ് നമുക്ക് ഏതിൽ വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ഓർ സയൻറ്റിഫിക് ടെക്നിക്സിൽ നമുക്ക് വരുന്നത്. അതിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ നമുക്ക് പ്രോബബിലിറ്റി അസൈൻമെൻറ്റും മെഷർ ഓഫ് ഡിസ്പേഴ്സൺ, ഇങ്ങനെ രണ്ട് മെത്തേഡ് അതിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലെ
ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ ഒരു മെത്തേഡാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. അപ്പോൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കിലെ സെൻസിറ്റിവിറ്റി അനാലിസിസ് മീൻസ് ദാറ്റ് more than one set of cash inflow estimate are used to evaluate the economic desirability of an investment. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എക്കണോമിക് ഡിസൈറബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ക്യാഷ് ഇൻഫ്ലോ എസ്റ്റിമേറ്റ്സ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്യാഷ് ഇൻഫ്ലോ എസ്റ്റിമേറ്റ്സ് ഉപയോഗിക്കുന്ന മെത്തേഡ്, അതാണ് ഇത് സെൻസിറ്റിവിറ്റി അനാലിസിസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എക്കണോമിക് ഡിസൈറബിലിറ്റി, അതിൻ്റെ ഇക്കണോമിക് ഡിസൈറബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ സെറ്റ് ഓഫ് ഇൻഫ്ലോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, എ ബിസിനസ്മാൻ അറൈവ് അറ്റ് 3 ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഇൻഫ്ലോ എസ്റ്റിമേറ്റ് ഫോർ ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ നമ്മളിവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലെ ഒരു 3 സെറ്റ് ഓഫ് ഇൻഫ്ലോ എസ്റ്റിമേറ്റ്സ്, അല്ലെങ്കിൽ 3 സെറ്റ് ഓഫ് ഇൻഫ്ലോസ് നമ്മളിവിടെ എടുക്കുന്നു ബിസിനസ്മാൻ. ഒന്ന് മോസ്റ്റ് ലൈക്ലി ഇൻഫ്ലോ, ദെൻ പെസിമിസ്റ്റിക് ക്യാഷ് ഇൻഫ്ലോ, ഓപ്റ്റിമിസ്റ്റിക് ക്യാഷ് ഇൻഫ്ലോ, ഇങ്ങനെ 3 സെറ്റ്. ഇപ്പോൾ സെയിം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിൻ്റെ തന്നെ അതിൻ്റെ 3 ആംഗിളിലാണ് നമ്മൾ 3 ആംഗിളിലെ 3 സെറ്റ് ഓഫ് ഇൻഫ്ലോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓപ്റ്റിമിസ്റ്റിക് ആംഗിളിലുള്ള ക്യാഷ് ഇൻഫ്ലോസ്, മോസ്റ്റ് ലൈക്ലി ക്യാഷ് ഇൻഫ്ലോസ്, പിന്നെ പെസിമിസ്റ്റിക് ആംഗിൾ ക്യാഷ് ഇൻഫ്ലോസ്, ഇങ്ങനെ 3 എണ്ണമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, if the return from the inflow estimate based upon the pessimistic angle നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ് ഉണ്ടല്ലോ, ആ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കുന്നു. അത് ഫെയർലി അട്രാക്റ്റീവ് ആണെങ്കിൽ the businessman can be sure that the business idea is wonderful and can decide to go ahead with the proposals. എന്നിട്ട് നമ്മളിത് 3ഉം കമ്പയർ ചെയ്യുന്നു. IRR മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ IRR മെത്തേഡാണ് അപ്ലൈ ചെയ്യുക. ഈ 3 സെറ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ IRR അപ്ലൈ ചെയ്യുന്നു. നമ്മൾ അതിലെ പെസിമിസ്റ്റിക് ആംഗിളിലുള്ള ക്യാഷ് ഇൻഫ്ലോസ് അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇഫ് ദ റിട്ടേൺ ഫ്രം ദ ഇൻഫ്ലോ എസ്റ്റിമേറ്റ് ബേസ്ഡ് അപ്പോൺ ദ പെസിമിസ്റ്റിക് ആംഗിൾ ഈസ് ഫെയർലി അട്രാക്റ്റീവ്, അത് അട്രാക്റ്റീവ് ആണെങ്കിൽ ആ ബിസിനസ് ഐഡിയ മോർ അട്രാക്റ്റീവ് ആയിരിക്കും, വണ്ടർഫുൾ ആയിരിക്കും, ദെൻ പ്രപ്പോസലുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ IRR arrived at by considering the pessimistic inflow, these are reasonably attractive, അത് റീസണബിളി അട്രാക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സോർട്ട് ഓഫ് അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൻ്റെ എക്കണോമിക് ഡിസൈറബിലിറ്റി മെഷർ ചെയ്യുന്നതിന് 3 സെറ്റ് ഓഫ് ഇൻഫ്ലോസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഓപ്റ്റിമിസ്റ്റിക്കും പെസിമിസ്റ്റിക്കും മോസ്റ്റ് ലൈക്ലി. ദെൻ IRR അപ്ലൈ ചെയ്യുന്നു. ദെൻ പെസിമിസ്റ്റിക് ഇൻഫ്ലോസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള IRR നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അത് റീസണബിളി അട്രാക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ആ ബിസിനസ് ഐഡിയയുമായിട്ട് പോകുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെൻസിറ്റിവിറ്റിയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ നമുക്ക് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് ആൻഡ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ, ഇങ്ങനെ 2 മെത്തേഡാണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്താണ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് പറയുന്ന സമയത്ത് അതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഈ സെൻസിറ്റിവിറ്റി അനാലിസിസിൽ ഇപ്പോൾ ആ ഓരോ ഇൻഫ്ലോസിൻ്റെയും ഒക്കുറൻസിനുള്ള സാധ്യത അല്ലേ, ഇപ്പോൾ നമ്മളൊരു ഫ്യൂച്ചർ സെറ്റ് ഓഫ് ഇൻഫ്ലോസ് അല്ലേ, നമ്മളിപ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് എസ്റ്റിമേറ്റ്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചാൻസ് ഓഫ് ഒക്കുറൻസിനെ കുറിച്ചിട്ട് ഏതിലെ പറയുന്നില്ല, സെൻസിറ്റിവിറ്റി അനാലിസിസിൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഓരോ എസ്റ്റിമേറ്റിൻ്റെയും ഒക്കുറൻസ് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് അപ്ലൈ ചെയ്യാവുന്നതാണ്, പ്രോബബിലിറ്റി അസൈനിങ് മെത്തേഡ് നമുക്ക്
അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സെൻസിറ്റിവിറ്റി അനാലിസിസിൻ്റെ ചില ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്താണ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് എന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എന്താണ് പ്രോബബിലിറ്റി എന്നുള്ളത് നോക്കാം. എന്താ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബബിലിറ്റി മീൻസ് ദ ലൈക്ലിഹുഡ് ഓഫ് ആൻ ഇവൻറ്റ് ഹാപ്പനിങ്, അല്ലേ? ഇപ്പോൾ ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത, അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അല്ലേ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ദ ലൈക്ലിഹുഡ് ഓഫ് ആൻ ഇവൻറ്റ് ഹാപ്പനിങ്. ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത, അതിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. വെൻ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ആൻ ഇവൻറ്റ് ഹാസ് 1 പ്രോബബിലിറ്റി, ഇപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഷുവർ ടു ഹാപ്പൺ. ഇപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഇവൻറ്റ് ഷുവറായിട്ടും സംഭവിച്ചിരിക്കും എന്നുള്ളത്. ദെൻ ഇവൻറ്റ് ഹാസ് 0 പ്രോബബിലിറ്റി, ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0 ആണെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് വിൽ നോട്ട് ഹാപ്പൺ, അത് ഹാപ്പൺ ചെയ്യില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രോബബിലിറ്റി വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. അപ്പോൾ 0ക്കും 1നും ഇടയിലാണ് ഏത് വരുന്നത്? പ്രോബബിലിറ്റി വാല്യൂ വരുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഷുവർ ടു ഹാപ്പൺ, അല്ലേ? ഇവൻറ്റ് ഷുവർലി ഹാപ്പൺ. ദെൻ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൺ. അപ്പോൾ പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. 0ക്കും 1നും ഇടയിലായിരിക്കും ഏത് വരുന്നത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതായത് വിച്ച് ഷോസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് ടു ടേക്ക് പ്ലേസ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി 0നും 1നും ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഇവൻറ്റ് ഒക്കർ ചെയ്യാം, അല്ലേ? അതിനെ പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. ഇവൻറ്റിൻ്റെ ഒക്കുറൻസ്, അതിൻ്റെ പോസിബിലിറ്റിയാണ് 0 ആൻഡ് 1നിടയിലെ പ്രോബബിലിറ്റി വരുമ്പോൾ അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ദ ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ പ്രോബബിലിറ്റി വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മെത്തേഡിലെ പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡിലെ ഓരോ ക്യാഷ് ഇൻഫ്ലോസിനും നമ്മളൊരു പ്രോബബിലിറ്റി ഓർ വെയിറ്റേജ് നമ്മൾ അസൈൻ ചെയ്ത് നൽകുന്നു. ദെൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് പ്രോബബിലിറ്റി വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്ററി എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ അഥവാ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് ലഭിക്കുന്നതാണ്. യൂസിങ് ദീസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ, ആ ഒരു എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? IRRO അല്ലെങ്കിൽ NPV മെത്തേഡോ അപ്ലൈ ചെയ്യാം. ദെൻ നമുക്ക് ആ പ്രപ്പോസലെ ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഓരോ ക്യാഷ് ഇൻഫ്ലോസിനും പ്രോബബിലിറ്റി അസൈൻ ചെയ്തു കൊടുക്കുന്നു. ദെൻ നമ്മുടെ എസ്റ്റിമേറ്റഡ് ഇൻഫ്ലോ ഇൻറ്റു പ്രോബബിലിറ്റി വാല്യൂ വി ഗെറ്റ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ ഓർ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. ദെൻ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ IRRO അല്ലെങ്കിൽ NPVO കമ്പ്യൂട്ട് ചെയ്യുന്നു. ദെൻ ടേക്ക് ഡിസിഷൻ അബൌട്ട് ദ പ്രപ്പോസൽ, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ആണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സണും നമ്മൾ ഓൾറെഡി മുന്നേ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്തൊക്കെയാണെന്നുള്ളത്. എന്താ മെഷർ ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പേഴ്സൺ വേരിയബിലിറ്റി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കുറേ മെത്തേഡ് പഠിച്ചു, സെൻസിറ്റിവിറ്റി അനാലിസിസ് പഠിച്ചു, പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് പഠിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിസ്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? പക്ഷേ റിസ്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ക്യാഷ് ഇൻഫ്ലോസിലെ വേരിയബിലിറ്റീനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രിസൈസ് വാല്യൂ, കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ നൽകാനായിട്ട് ഈ 3 മെത്തേഡിനും നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിലും സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണെങ്കിലും പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് ആണെങ്കിലും നമ്മളവിടെ റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, റിസ്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഡസ് നോട്ട്
cannot supply a precise value regarding the variability of cash inflow. അല്ലേ, ക്യാഷ് ഇൻഫ്ലോസിൻ്റെ വേരിയബിലിറ്റിയിൽ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഒരിക്കലും ഇത് തരുന്നില്ല നമുക്കൊരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ടു ഗെറ്റ് എ ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡ് ടു ദ വേരിയബിലിറ്റി, അപ്പോൾ ഈ വേരിയബിലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്പേഴ്സൺ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ്. അപ്പോൾ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിൻ്റെ ആ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ആ ഡിസ്പേഴ്സൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡിസ്പേഴ്സണിലെ നമ്മൾ ആ വേരിയബിലിറ്റിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തായി ഡിസ്പേഴ്സൺ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്പേഴ്സൺ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആൻഡ് ദ പോസിബിൾ ക്യാഷ് ഫ്ലോസ്. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസും പോസിബിൾ ക്യാഷ് ഇൻഫ്ലോസും തമ്മിലുള്ള ഡിഫറൻസസിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഡിസ്പേഴ്സൺ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പോസിബിൾ ക്യാഷ് ഇൻഫ്ലോ, സർട്ടൻ ക്യാഷ് ഇൻഫ്ലോ, ദെൻ അതാണ് ഏത് വരുന്നത്, ഡിസ്പേഴ്സൺ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ ഇതിലെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആണ്, അല്ലേ. ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റഡ് ഫ്രം ദ മീൻ, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡിഫറൻറ്റ് പ്രോജക്റ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ആർ കാൽക്കുലേറ്റഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻറ്റ് പ്രോജക്റ്റ് പ്രപ്പോസൽസിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. ആ മാത്തമാറ്റിക്കൽ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദ പ്രൊജക്റ്റ് ഹാവിങ് എ ലാർജസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി മോർ റിസ്കി. അപ്പോൾ അതിലെ ലാർജസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്ന പ്രോജക്റ്റ് അത് കൂടുതൽ റിസ്കി ആയിരിക്കും. അങ്ങനെ ഡിസിഷൻ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ പ്രപ്പോസൽസിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക, കമ്പയർ ചെയ്യുക. ലാർജർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉള്ളത് മോർ റിസ്കി പ്രോജക്റ്റ് ആയിരിക്കും. ദെൻ മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ്. കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് മെഷർ ഓഫ് റിസ്ക് ആണ്. റിലേറ്റീവ് മെഷറാണ് ഇത്. നമ്മൾ പെർസെൻറ്റേജിലാണ് കാണുന്നത്. മറ്റേത് ആബ്സല്യൂട്ട് മെഷറാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആബ്സല്യൂട്ട് മെഷറാണ്, കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ റിലേറ്റീവ് മെഷർ ഓഫ് റിസ്ക് ആണ്. പെർസെൻറ്റേജിലാണ് നമ്മളിത് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്താ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മീൻസ് ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ, അതിനെയാണ് നമ്മൾ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ്, ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. ദെൻ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്ത പോലെ തന്നെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിൻ്റെയും കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം കമ്പയർ ചെയ്യുക. ഇഫ് ദ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് എ പ്രോജക്റ്റ് ഈസ് മോർ when compared with other, the former is more risky. കമ്പയർ ചെയ്യുന്ന സമയത്ത് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഹയസ്റ്റ് ആയിട്ട് വരുന്ന പ്രോജക്റ്റ് ഹൈ റിസ്കി ആയിരിക്കും, ഗ്രേറ്റർ വേരിയബിലിറ്റി ഉള്ളത് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്നത് ഇൻകോർപ്പറേഷൻ ഓഫ് റിസ്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സും അതിൻ്റെ റിസ്കിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്കൊരു ചെറിയൊരു ടോപ്പിക്ക് നോക്കാം, സിറ്റുവേഷൻസ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്, അല്ലേ. അപ്പോൾ ഏതൊക്കെ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസിൽ ഏതൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് എന്തു പറയാം, മെക്കനൈസേഷൻ ഓഫ് എ പ്രോസസ്സ്, അല്ലേ.
ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വളരെ റാപ്പിഡായിട്ടാണ് സംഭവിക്കുക, വളരെ വേഗത്തിൽ വരും സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സൊക്കെ റീപ്ലേസ് ചെയ്ത് പകരം അവിടെ മെഷീൻസൊക്കെ വന്നു. ഇപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഇപ്പോൾ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ ഹാൻഡ്ലൂം ആയിരുന്നു, ഒക്കെ കൈത്തറി കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ അത് റീപ്ലേസ് ചെയ്ത് പവർ ലൂംസൊക്കെ വന്നു. അപ്പോൾ ഹാൻഡ്ലൂമൊക്കെ പോയി പവർ ലൂംസൊക്കെ വന്നു. അപ്പോൾ മെഷീനറി ഇപ്പോൾ ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ട്രഡീഷണൽ മെത്തേഡ്സിന് പകരം മെഷീനറീസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെഷീനറീസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പുതിയ മെഷീൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ട്രഡീഷണൽ മെത്തേഡ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് ട്രഡീഷണൽ ലേബേഴ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് നമ്മൾ മെഷീനറീസൊക്കെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ മെഷീനറീസൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് മെഷീനറീസൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിൽ നിന്ന് മോസ്റ്റ് ഫേവറബിൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് ബെനഫിറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാവുന്നതാണ്? ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്ന് വരുന്നത് റീപ്ലേസിങ് ആൻഡ് മോഡേണൈസിങ് എ പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റൊക്കെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഫിക്സഡ് അസറ്റൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ കാലം കഴിഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ആകാം, പിന്നെ അത് വോൺ ഔട്ട് ആകാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ പുതിയ ടെക്നോളജീസൊക്കെ വരുമ്പോൾ പഴയതൊക്കെ ഔട്ട്ഡേറ്റ് ആയി പോകും. ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് റീപ്ലേസ് ചെയ്തിട്ടായിട്ട് വരും. മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് മെഷീനറീസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതായത് കമ്പനിക്ക് ഒരു ഡിസിഷൻ എടുക്കണം, വെദർ ടു ആക്സെപ്റ്റ് ദ പ്രപ്പോസൽ ഓർ നോട്ട്. അവർക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. അപ്പോൾ റീപ്ലേസിങ് ആൻഡ് മോഡേണൈസേഷൻ പ്രോസസ്സ്. പിന്നെ ചൂസിങ് ബിറ്റ്വീൻ ഓൾട്ടർനേറ്റീവ് മെഷീൻസ് ആണ്. ഇപ്പോൾ കമ്പനിക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പുതിയ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 അതിലധികമോ മെഷീനറീസ് അവർക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ കോസ്റ്റും ഫീച്ചേഴ്സൊക്കെ വ്യത്യാസമുള്ള 2 അതിലധികമോ മെഷീനറീസ് അവർക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിലെ ബെറ്റർ ഏതാണ്? അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ടിപ്പിക്കൽ ക്യാപിറ്റൽ ബജറ്റിംഗ് എക്സസൈസാണ് ഒരു ഓൾട്ടർനേറ്റീവ് മെഷീനറിയിൽ നിന്ന് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതൊരു സിറ്റുവേഷനാണ്. പിന്നെ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ബിസിനസ് നടത്തിക്കൊണ്ടുവരുന്ന ഒരു എൻട്രപ്രണർ, then he is advised to enter into an allied product to enhance the profit. അപ്പോൾ അയാളുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുബന്ധ പ്രോഡക്റ്റുകൾ ഇതിനോടുകൂടെ ആഡ് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ദെൻ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഇനീഷ്യൽ എക്സ്പെൻഡിച്ചറൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നുള്ള തീരുമാനമെടുക്കുന്നതിന് നമുക്ക് ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ എക്സ്പാൻഡിങ് ദ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റർപ്രണേഴ്സ് ചെറിയ രീതിയിൽ തുടങ്ങിയാലും അത് ബിഗ് ബിസിനസ്സാക്കി മാറ്റണം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരൊറ്റ ഡിസ്ട്രിക്റ്റിലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ ഓൾ സ്റ്റേറ്റിലേക്ക് അത് വിപുലീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അവിടെ ആവശ്യമായിട്ട് വരും. അവരുടെ പ്രൊഡക്ഷൻ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ന്യൂ മെഷീൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് അവിടെ വരും. അപ്പോൾ ദിസ് ഈസ് അനദർ ഏരിയ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഏരിയയാണ്. ദെൻ പിന്നൊന്ന് വരുന്നത് ആക്സെപ്റ്റ് റിജക്റ്റ് ഡിസിഷൻസ് ആണ്. അപ്പോൾ അതായത് പ്രപ്പോസൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. പ്രപ്പോസൽസ് ഇൻഡിപെൻഡൻ്റ് ആണ് ആൻഡ് ഡു നോട്ട് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. അത് പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ അവിടെയാണ് നമുക്ക് ഏത് വരുന്നത്? ആക്സെപ്റ്റ് റിജക്റ്റ് ഡിസിഷൻ വരുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡു നോട്ട് കോമ്പീറ്റ് ചെയ്യാത്ത 2 പ്രോജക്റ്റുകൾ. അപ്പോൾ അവിടെ നമുക്ക് ഒരു ആക്സെപ്റ്റ് റിജക്റ്റ് ഡിസിഷൻ റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കമ്പനി വിൽ ബി ഹാവിങ് എ കട്ട് ഓഫ് റേറ്റ്
ടു ബി റിസീവ്ഡ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു മിനിമം ആക്സെപ്റ്റബിൾ റേറ്റ് ഓഫ് റിട്ടേൺ അവർ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിലിപ്പോൾ ഈ ഒരു പ്രപ്പോസൽസിൽ ഹയർ റിട്ടേൺ ഏത് പ്രോജക്റ്റാണോ നൽകുന്നത് ആ പ്രോജക്റ്റാണ് കമ്പനി ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് NPV IRR ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആക്സെപ്റ്റ് റിജക്റ്റ് ഡിസിഷൻ എടുക്കുന്ന ആ കേസുകളിലും നമുക്ക് ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ ഡിസിഷനാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് കണ്ടിൻജൻറ്റ് ഡിസിഷൻസ് ആണ്. നോക്കാം നമുക്ക് എന്താണ് കണ്ടിൻജൻറ്റ് ഡിസിഷൻസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം സംടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വൺ പ്രപ്പോസൽ റിക്വയേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വൺ ഓർ മോർ അതർ പ്രപ്പോസൽസ്. അപ്പോൾ നമ്മൾ ഒരു പ്രപ്പോസൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നോ അതിലധികമോ മറ്റ് പ്രപ്പോസൽസിലും കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് രൂപീകരിക്കാനായിട്ട് ഒരു ബിസിനസ്മാൻ വിചാരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുക എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എന്ത് വേണം, ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കണം അല്ലേ. മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഹോസ്പിറ്റൽ വേണം, സ്റ്റുഡൻസിന് വേണ്ട ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വേണം. അങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള കുറേ പ്രോജക്റ്റുകൾ കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മെയിൻ ബിസിനസ്സിൻ്റെ കോസ്റ്റ് ബെനഫിറ്റിനോടൊപ്പം തന്നെ മറ്റ് ഡിപ്പെൻഡൻറ്റ് പ്രൊപ്പോസൽസിൻ്റെ കോസ്റ്റ് ബെനഫിറ്റ് കൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ നമുക്കൊരു റേഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതും ഒരു ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ ഏരിയ ആണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. ചില ബിസിനസ് ഹൗസുകളൊക്കെ വളരെ ബിഗ് എമൗണ്ട് ഇങ്ങനെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നീക്കി വെക്കാറുണ്ട്. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസൊക്കെ ഒരു ബിഗ് എമൗണ്ട് അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരാണ്. കാരണം അവർക്ക് ലോട്ട് ഓഫ് എക്യുപ്മെൻറ്റ്സും മെറ്റീരിയൽസും ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അവിടെയും നമുക്ക് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ത് വേണം, കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏത് വരുന്നത്, സിറ്റുവേഷൻസ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഓർ ഏരിയ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. അപ്പോൾ ഒന്ന് മെക്കനൈസേഷൻ ഓഫ് എ പ്രോസസ്, റീപ്ലേസിംഗ് ആൻഡ് മോഡേണൈസിങ് എ പ്രോസസ്, choosing between alternative machine, introducing a new project, expanding the business, accept or reject a decision, contingent decision, investment for research and development എത്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, സിറ്റുവേഷൻസ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിങ്ങിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സ് ഒക്കെ പല തരത്തിലുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്യാപിറ്റൽ ബജറ്റിംഗ് നടത്തുമ്പോൾ അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടാസ്ക് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയതാണത്. ഇപ്പോൾ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ക്യാപിറ്റൽ ബജറ്റിംഗ് ഇതൊക്കെ നടത്തുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് അത് ക്യാഷ് ഔട്ട്ഫ്ലോയും ആകാം, ക്യാഷ് ഇൻഫ്ലോയും ആകാം അല്ലേ. ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോയും ആകാം, ക്യാഷ് ഇൻഫ്ലോയും ആകാം. അപ്പോൾ ഈ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോസ്റ്റ് അപ്ലിക്കബിൾ ടു ദ പ്രോജക്റ്റ്, അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ ബെനഫിറ്റ് വിച്ച് ആർ ലൈക്ലി ടു അറൈസ് ഫ്രം ദ പ്രോജക്റ്റ് ആർ കോൾഡ് ക്യാഷ് ഇൻഫ്ലോ. ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റ് ഓർ റിട്ടേൺസിനെയാണ് നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. ഈ ക്യാഷ് ഫ്ലോസ് തന്നെ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോസ് വരുന്നുണ്ട്, ഇൻക്രിമെൻ്റൽ ക്യാഷ് ഇൻഫ്ലോസ് വരുന്നുണ്ട്, ടെർമിനൽ ഇയർ ഇൻക്രിമെൻ്റൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ, അതായത് ഇയർ എൻഡ് ക്യാഷ് ഫ്ലോസ് വരുന്നുണ്ട്. അതിൽ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ക്യാഷ് ഔട്ട് ഫ്ലോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ, നമ്മുടെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ്.
അതായത് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഔട്ട്ഫ്ലോയിൽ മെയിനായിട്ടും വരുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് അസറ്റ്. നമുക്കതിൻ്റെ കോസ്റ്റ്, പിന്നെ ഇൻസ്റ്റലേഷൻ ഓർ സെറ്റപ്പ് കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത്, അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ അതായത് അഡീഷണൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കൂടെ ചേരുന്നതാണ് നമ്മുടെ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ ആണ്. ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ ശേഷം നമ്മളതിൽ പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിൻ്റെ ലൈഫിൽ എല്ലാ വർഷവും നമുക്ക് റിട്ടേൺ ഓർ ബെനഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ. അതിനെ നമ്മൾ ഇൻഫ്ലോ എന്ന് പറയുന്നത് ആണ് ഇൻക്രിമെൻ്റൽ ക്യാഷ് ഇൻഫ്ലോ ഓർ ഇൻക്രീസ് ഇൻ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ദ ബെനഫിറ്റ് ദാറ്റ് ആർ ലൈക്ലി ടു ബി ജനറേറ്റഡ് ബൈ ദ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യാവുന്ന ബെനഫിറ്റ്സിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഇൻഫ്ലോ ഓർ ഇൻക്രീസ് ഇൻ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ടെർമിനൽ ഇയർ ഇൻക്രിമെൻ്റൽ നെറ്റ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഇയർ എൻഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ടെർമിനൽ ഇയർ, നമ്മുടെ ഇയർ എൻഡിങ്ങിൽ, പ്രോജക്റ്റിൻ്റെ ലാസ്റ്റ് ഇയർ എൻഡിങ്ങിൽ നമുക്ക് ലഭിക്കുന്ന ഇൻഫ്ലോസ് ആണ്. നമുക്ക് ഇൻക്രിമെൻ്റൽ ഓർ ഇയർ എൻഡ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് കുറേ വരുന്നുണ്ട്. നമുക്ക് മെയിനായിട്ടും ഏതാണ്? ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയുമാണ് മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ സിറ്റുവേഷൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ് പഠിച്ചു. ദെൻ അതോടൊപ്പം തന്നെ നമ്മൾ ഇൻകോർപ്പറേഷൻ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്, അതിൻ്റെ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അടുത്തൊരു ക്ലാസ്സിലെ പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു.